ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം തന്നെ ശത്രുവായപ്പോൾ തളർന്നു വീണുപോയ ഫാത്തിമ എന്ന 10 വയസ്സുകാരിയെക്കുറിച്ചാണ് ഇനിയുള്ള വാർത്ത. സ്വന്തം കുട്ടികളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഓരോ മാതാപിതാക്കൾക്കും ഫാത്തിമ നൊമ്പരമാകും. ഫാത്തിമയെ കാണാനെത്തിയപ്പോൾ അവളുടെ ഈ ദയനീയ ചിത്രം മനസ്സിൽ നിറച്ചത് നൊമ്പരമായിരുന്നു. മകൾക്ക് എന്ത് സംഭവിച്ചു എന്ന ചോദ്യങ്ങൾക്ക് മുമ്പേ ബാപ്പ റഫീഖ് സ്വന്തം മൊബൈലിലെ ഒരു വീഡിയോ ഞങ്ങൾക്ക് വച്ചു നീട്ടി. ഇങ്ങനെയായിരുന്നു ഫാത്തിമ. മകൾ രോഗിയായപ്പോൾ ഗൾഫിൽ ഡ്രൈവറായിരുന്ന ബാപ്പ റഫീഖ് ജോലി ഉപേക്ഷിച്ചു. 8-ാം വയസ്സിൽ പ്രമേഹബാധിതയാണെന്ന് കണ്ടെത്തിയ മകൾക്ക് പല ആശുപത്രികളിൽ ചികിത്സ നൽകി. ഒരുനാൾ കുട്ടിയുടെ ചിരി മാഞ്ഞു. ബോധം മറഞ്ഞ മകളിൽ ഓട്ടോ ഇമ്മ്യൂൺ എൻസെഫലൈറ്റിസ് എന്ന അപൂർവ രോഗം കണ്ടെത്തിയത് കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലെ ഡോക്ടർമാരാണ്. ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം തന്നെ ശരീരത്തിനെതിരെ പ്രവർത്തിക്കുന്ന അപൂർവ അവസ്ഥ. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി. നാട്ടുകാരും ബന്ധുക്കളും സഹായിച്ചു. ചികിത്സ നടന്നു. ഇതുവരെ 30 ലക്ഷത്തോളമായ ചികിത്സാ ചെലവിൽ ആശുപത്രി അധികൃതർ 6 ലക്ഷം രൂപയുടെ ഇളവ് നൽകി. അവിടുന്ന് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇനി മുമ്പോട്ട് കണ്ണു തുറന്നാണെങ്കിലും ഓർമ്മകൾ മറ്റെങ്ങോ ആണ്. കുട്ടിയെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ കഴിയുമെന്ന വിശ്വാസം ഡോക്ടർമാർക്കുണ്ട്. അതിന് ഇനി വേണ്ടത് ഈ വാർത്ത കാണുന്നവരുടെ എല്ലാം കൈത്താങ്ങാണ്. മുടിക്കൽ SPT ശാഖയിലെ 67058822438 എന്ന അക്കൗണ്ടിലേക്ക് സഹായങ്ങൾ എത്തിക്കാം. ക്യാമറമാൻ രമേശ് മണിക്കൊപ്പം M. ദിനപ്രകാശ്, മനോരമ ന്യൂസ്, കൊച്ചി.